ഇന്നലെ 9 ടെറർ ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അത് ലക്ഷ്യവേദി ആണ് താനും. HVT എന്ന് പറയാവുന്ന വലിയ ടാർഗറ്റുകൾ ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. റൌഫ് അസർ അടക്കം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അതിന് സ്വാഭാവികമായും എന്താണ് പ്രതിഫലനം എന്നുള്ളത് ഇതിനോടകം വിലയിരുത്തുന്നുണ്ടാവുമല്ലോ. പാകിസ്ഥാന് ഒരു കൺവെൻഷണൽ വാർ ഇന്ത്യയുമായി നടത്തുക എന്നുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഈ ടെറർ ഔട്ട്ഫിറ്റുകളെ ആശ്രയിക്കാറുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു പ്രോക്സി വാർ നടത്താൻ അവർ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം നടത്തുക, കശ്മീരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിർത്തി അശാന്തമാവുന്ന സമയത്ത് നുഴഞ്ഞുകയറ്റവും ഭീകര സംഘടനകളുടെ ആക്രമണവും മുൻകൂട്ടി കണ്ടുള്ള പ്രതിരോധവും അതിനുള്ള നടപടികളും അവിടെ ഉണ്ടോ? ഒപ്പം നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? നേരത്തെ പൂഞ്ചിലുള്ള ആളുകൾ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായി ബാലഗോപാൽ പറഞ്ഞു. അതിർത്തി ഗ്രാമങ്ങളിലുള്ളവർ അവിടെ തന്നെയാണോ, അതോ അവരൊക്കെ ഇപ്പോൾ ബങ്കറുകളിലാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അവസ്ഥ? അഭിലാഷ്, ഈ ബങ്കറിലേക്ക് ഒരാൾ പോകണമെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ലഭിക്കണം. അതായത് സൈറൻ മുഴങ്ങും. ആ മുഴങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും അവർ ഈ ബങ്കറിലേക്കൊക്കെ പോകുന്നത്. ഈ നിലവിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള മിക്ക ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ മിക്ക പോസ്റ്റുകളിലുമൊക്കെ ഈ നമുക്ക് അറിയാം ഈ അശാന്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ നിരന്തരം ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉതിർക്കുന്നുണ്ട്. അതിനൊക്കെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ നുഴഞ്ഞുകയറ്റം ഈ ഘട്ടത്തിൽ നടക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അനൂപ് പറഞ്ഞതുപോലെ തന്നെ വലിയ അലേർട്ടിലാണ് നമ്മുടെ സുരക്ഷാ സൈന്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാനിന്ന് ജമ്മുവിൽ നിന്ന് ഈ രജോരി വഴി പൂഞ്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഏതാണ്ട് റോഡിലൊക്കെ വലിയ തോതിലുള്ള പരിശോധന, ആ പരിശോധന മാത്രമല്ല ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നിന്നല്ല, നിരന്തരം നമുക്ക് അങ്ങനെ പരിശോധനകൾ നമ്മൾ വിധേയമാകുന്നു. നമ്മളുടെ ഐഡന്റിറ്റി അവർ അസർട്ടൈൻ ചെയ്യുന്നു. അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ നുഴഞ്ഞുകയറ്റവും മറ്റും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായി അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഒരു കാര്യം അഭിലാഷ് പറഞ്ഞത് സത്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺവെൻഷണൽ വാറിലൂടെ നമ്മളെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ നമുക്ക് ഒരു തിരിച്ചടി നൽകാനോ അല്ലെങ്കിൽ ഇന്ത്യയോട് പോരാടാനോ ഉള്ള ഒരു ശക്തിയൊന്നും പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ്റെ ഈ അവരുടെ പ്രതിരോധ രംഗത്ത് തന്നെ പാളിച്ചകളുടെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഒന്നായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ. കാരണം ഈ 100 കിലോമീറ്റർ ഉള്ളിൽ വരെ അവരുടെ അതിർത്തിക്കുള്ളിൽ ഈ മിസൈലുകൾ പോകുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അവർക്കത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് തടയാനോ ഒന്നും അവർക്ക് സാധിച്ചിരുന്നില്ല. വലിയ തോതിലുള്ള ഈ ഗീർവാണങ്ങളൊക്കെ പറയുമെങ്കിലും പാകിസ്ഥാൻ്റെ പക്കലുള്ള ആയുധങ്ങൾക്കൊക്കെ എത്രത്തോളം ശേഷിയുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും നിലവിൽ പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് സ്വാഭാവികമായും അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവരൊരു ടോക്കണായിട്ടൊക്കെ ഒരു തിരിച്ചടിക്ക് ശ്രമിക്കുമെന്നുള്ള അല്ലാതെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടിക്ക് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, എന്തായാലും പാകിസ്ഥാന്റെ HQ-9 അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം പരാജയപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് നിർമ്മിതമാണ്. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയുടെ വ്യോമാക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്.